നമുക്ക് ക്രിസ്തീയ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം മേ ബി വി ഡോണ്ട് ഈവൻ നോ വാട്ട് വി ആർ സപ്പോസ് ടു ഡു. ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കകത്തും ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ പഠിക്കണം. അതൊത്തിരി ഇമ്പോർട്ടൻ്റ്, അത് മനസ്സിലാക്കണം. ഞാനൊരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ. പിതാവിന് ഭയങ്കര സ്നേഹം, ആ വീട്ടിലൊന്നിനും കുറവില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ദ പ്രോഡിഗൽ സൺ, he rebelled. He said, I am of age. എനിക്ക് അതിനുള്ള പ്രായമായി, give me my portion. You see? And then അല്ലേ, ദൈവം നമ്മളെ റോബോട്ട് പോലെയല്ല അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടിക്കാൻ പറ്റുമോ? കെട്ടിയിടാൻ പറ്റുമോ? ഇല്ല. ഹി ഈസ് ഓഫ് ഏജ്. വളരെ വേദനയോടെയാണെങ്കിലും പിതാവ് അത് കൊടുത്തു. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നേ, ഇദ്ദേഹം അങ്ങ് പോയല്ലോ. പോയി കഴിഞ്ഞപ്പം ഈ പിതാവ് പുറകെ പോയി. എവിടം വരെ പോയി? പക്ഷേ എവിടം വരെ പോയി പിതാവ്? Where was he waiting? He was waiting at the gate. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച്, നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിൽക്കും, നമ്മൾ ഇവരുടെ പുറകെ പോകുന്നില്ലേ? ഞാൻ ആ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലങ്ങളിൽ എന്തായിരിക്കും ഇവൻ്റെ അങ്ങ് പുറകെ പോയി, നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ we are understanding something about God here. He totally respects your choice. Hallelujah. ഈ ഉന്തുകയും തള്ളുകയും അടിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടും നമ്മളെ അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടും വി മേക്ക് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? ദൈവം അവിടെ കാത്തു നിന്നു. ഇവൻ ഏതെങ്കിലും കാലത്ത് മാനസാന്തരമുണ്ടായി ഇവൻ മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവന്റെ പുറകെ പോയി ഉന്തും തള്ളും പള്ളും ഒക്കെ പറഞ്ഞ് ഇവന്റെ മനസ്സ് തിരിപ്പിക്കുന്ന പരിപാടി ആർക്കില്ല? ദൈവത്തിനില്ല. സ്നേഹത്തോടെ ആ പിതാവ് കാത്തിരിക്കുകയാണെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇവനൊന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്ന് ചിന്തിക്കത്തക്കതുപോലെയുള്ള ഒരു അത് ദൈവത്തിന്റെ നീതിക്കകത്തുള്ള ദൈവത്തിന്റെ ഒരു ഹെൽപ്ലെസ്നെസ് ആണത്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഒരു റോബോട്ട് പോലെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊരു ഫ്രീ വില്ലുണ്ട്, അതിനെ ദൈവം മാനിക്കും. അതുകൊണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോയത്. ദൈവം ഇവരോട് പറഞ്ഞു എന്തോ ചെയ്യണം, എന്തോ ചെയ്യരുത്. എന്നാ പിന്നെ ഈ സാത്താൻ പരീക്ഷിക്കാൻ വന്നപ്പം പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്തരുത്, അങ്ങനെ പറയരുത്, നീ ഇങ്ങോട്ട് പറയരുത്, നീ ഇത് കേൾക്കരുത്, ഞാൻ അങ്ങനല്ലേ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ടീനേജ് എത്തിയ മാതാപിതാക്കൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പം നമ്മുടെ ലൈഫുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കണം. അപ്പം കുറെ കാലം ഇവന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നു. മനസ്സിലായോ? ഭയങ്കര ഇല്ലായ്മയായിരുന്നു. ദൈവം കൈവിട്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ. പുള്ളി ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ തന്നെ പോയതല്ലേ, ആരും പോകാൻ പറഞ്ഞിട്ട് പോയതല്ലല്ലോ. പക്ഷെ ആ പോയ വഴിയിലൂടെ എല്ലാം ആദ്യം കുറച്ച് സന്തോഷമായിരുന്നെങ്കിൽ പിന്നെ എന്ത് പറ്റി? അത് വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പിതാവിനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കാത്തു നിന്നത്. ബട്ട് ആ ടൈം കൊടുത്തു അല്ലേ? തന്നെ അവിടെ ഇങ്ങനെയാ പറയുന്നത്, ആ പന്നിക്കൂട്ടത്തിന്റെ നടുവിലിരുന്നപ്പോൾ സുബോധം വന്നു. ഹല്ലേലൂയ. സുബോധം വരുന്നിടം വരെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് സുബോധം വന്നില്ലല്ലോ, ഞാൻ ദൈവത്തിന്റെ വഴികളിലല്ല നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കത്ത പോലും ഇല്ല. നമ്മൾ അന്നേരവും ദൈവത്തെ കുറ്റപ്പെടുത്തും. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നേ. We don't realize that, you see, I have gone far away from God. Amen. Hallelujah.
അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിനകത്ത് വരട്ടെ. ആമേൻ. കർത്താവേ, നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ, നിന്റെ വഴികളെ തിരിച്ചറിയുവാൻ, ആ ദൈവഭയത്തോടെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. You will always find God in His ways. Mark the statement. Hallelujah.